വി.ഡി. സതീശന് മധുരം നൽകുന്നു പ്രവർത്തകർ. ആഹ്ലാദാരവങ്ങൾ ഒടുങ്ങുന്നില്ല. UDF പ്രവർത്തകർ ഓരോരുത്തരായി നിരത്തുകളിലേക്ക് ഒഴുകി വരികയാണ്. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലെയർ, ഏറ്റവും കൂടുതൽ വീടുകൾ കയറിയ ഈ തെരഞ്ഞെടുപ്പിലെ പ്രചാരകൻ യഥാർത്ഥത്തിൽ ചാണ്ടിയുമ്മനാണ്. ഉമ്മൻചാണ്ടി അനുസ്മരിപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ നടത്തവും ഓട്ടവും ഒക്കെ അങ്ങനെയായിരുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ് കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട താരോദയം ഒരർത്ഥത്തിൽ ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയിൽ വിജയിച്ചെങ്കിലും നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനു വേണ്ടി ചാണ്ടിയുമ്മൻ എടുത്ത പണി ചെറുതല്ല. ചാണ്ടിയുമ്മന്റെയും രാഷ്ട്രീയ വിജയം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. VS ജോയിയും ചാണ്ടിയുമ്മനും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കി വെക്കേണ്ട രണ്ട് കോൺഗ്രസിന്റെ യുവ നേതാക്കളാണ്. ഉറപ്പായിട്ടും വീടുകൾ കയറിയിറങ്ങി 3000 വീടുകളെങ്കിലും ചാണ്ടിയുമ്മൻ പോയിരുന്നു എന്നുള്ളതാണ് അവർ തന്നെ നൽകുന്ന കണക്ക്. അങ്ങനെ നേതാക്കൾ വിവിധ രൂപത്തിൽ പ്രചാരണങ്ങൾ നടത്തി. ചിട്ടയായ പ്രചാരണമാണ് അത്. യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഒക്കെ ഒരുമിച്ചായിരുന്നു ഈ പ്രചാരണത്തിൽ എന്നുള്ളതാണ്. ഐക്യത്തോടു കൂടിയുള്ള പ്രചാരണം ഗുണം ചെയ്തു. ഈ ഐക്യം നിലമ്പൂരിൽ മുൻപ് കാണാത്ത ഐക്യമാണ്. ആ ഐക്യമാണ് അവർ വീണ്ടെടുത്തിരിക്കുന്നത്. ആര്യാടൻ കുടുംബവുമായി ലീഗിനുണ്ടായിരുന്ന ഭിന്നത അതെല്ലാം മറന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 2026 ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് ഇവരിതിനെ കാണുന്നത്. 2026 ഒരു മുന്നൊരുക്കമായി ആ സെമി ഫൈനലിൽ വിജയിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് തേരോട്ടം എന്നുള്ള ആത്മവിശ്വാസം ഇപ്പോൾ UDF പ്രകടിപ്പിക്കുകയാണ്. BJPയുടെ വോട്ട് എങ്ങും പോയിട്ടില്ല. 8706 വോട്ട് BJPക്ക്. കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ട്, അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂട്ടിയ ഒരേ ഒരു പാർട്ടി ഒരർത്ഥത്തിൽ BJP മാത്രമാണ്. കഴിഞ്ഞ തവണ UDFന് കിട്ടിയ വോട്ടോളം എത്താൻ സാധിച്ചിട്ടില്ല. ഒരു 2500-3000 വോട്ടിന്റെ കുറവുണ്ട്. LDFിനാണെങ്കിൽ 10,000-16,000 വോട്ടിന്റെ കുറവുണ്ട്. എന്നാൽ BJPയെ സംബന്ധിച്ച് 8500 നിന്ന് 8700 ആയിട്ട് അവരുടെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മോഹൻ ജോർജിന് ഇതിനെ പറ്റിയത് കണക്ക് കൂട്ടൽ തെറ്റി, അദ്ദേഹത്തിന് പരിചയക്കുറവിൽ പറ്റിയാണ് നമ്മൾ പറഞ്ഞതാണല്ലോ. അപ്പോൾ അത് BJPയുടെ ചർച്ചാ വിഷയമല്ല.